നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ഇന്ന് 10ാം ക്ലാസ്സിന്റെയും +2 എല്ലാം മോഡൽ എക്സാം തീർന്നു. ഞാൻ എങ്ങനെ എഴുതി എന്നൊന്നും ചോദിക്കുന്നില്ല. കുറെ പേർക്ക് വിഷമം തോന്നും, കുറെ പേർക്ക് സന്തോഷമായിരിക്കാം. പക്ഷേ ഇനി അങ്ങോട്ട് പബ്ലിക് എക്സാമിന്റെ ദിവസങ്ങളാണ്. പബ്ലിക് എക്സാമിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അന്നേരം ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മുടെ ഫോക്കസ് ഏരിയ റിവിഷൻ ക്ലാസ് +2. അന്നേരം ഏറ്റവും നന്നായിട്ട് ഓരോ മിനിറ്റും കഷ്ടപ്പെട്ട് പഠിക്കുന്ന കുട്ടികൾക്ക്, ഏറ്റവും ഇതുവരെയും ക്ലാസ്സുകൾ ഇതുവരെയും കേൾക്കാത്ത കുട്ടികൾക്ക്, ഇതുവരെയും ക്ലാസ്സുകൾ ഒന്നുമേ കേൾക്കാത്ത ഫിസിക്സിന്റെ കുട്ടികൾക്ക്, കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് സാർ, അങ്ങും ഇങ്ങും എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് സാർ, അവർക്ക് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് വേണ്ടിയാണ് ഇന്ന് മുതൽ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ക്ലാസ്സിന്റെ പ്രത്യേകത നിങ്ങൾക്ക് മാർച്ച് 29 ടിൽ ഈ ഡേറ്റിൽ പറഞ്ഞേക്കുന്നതനുസരിച്ച് മാർച്ച് 29 ഫിസിക്സിന്റെ പരീക്ഷ. ഇനി 3 ആഴ്ചയോളം നമുക്ക് ഫിസിക്സിന്റെ പരീക്ഷയ്ക്കുണ്ട്. അന്നേരം അതുവരെ നല്ല പവറേഴ്സായിട്ട് മോട്ടേഴ്സായിട്ട് നമ്മൾ കൂടെ കാണും. ചങ്ക് പോലെ ഗിരീഷ് സാർ വാക്ക് പറഞ്ഞാൽ വാക്കാണ്, വാക്ക് തെറ്റിച്ചിട്ടില്ല ഇന്നേ വരെ ഒരു കാര്യത്തിനും. വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കും, കൂടെ കാണും. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങളാണ്. എന്നെ നിങ്ങളെ ഏറ്റവും മാക്സിമം അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പറയും സബ്സ്ക്രൈബേഴ്സ് കയറിയാൽ പൈസ കിട്ടത്തൊന്നുമില്ല, ഒരിക്കലും സബ്സ്ക്രൈബേഴ്സ് കയറിയാൽ. പക്ഷേ ഒരു ഫാമിലി കൂടുതലാവണം. ഒരു സബ്സ്ക്രൈബേഴ്സ് കയറിയാൽ നമുക്ക് കിട്ടുന്ന സന്തോഷം ഭയങ്കരമാണ്. കാരണം അത്ര ഒരു ഹ്യൂജ് ഫാമിലിയോട്ട് നമ്മുടെ വലിയൊരു ഫാമിലി ആയിട്ട് മാറുകയാണ്. എഡ്യൂക്കേഷൻ ചാനലാണ്. അന്നേരം അതിനനുസരിച്ച് വേണം നമ്മൾ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതിനനുസരിച്ച് നമുക്കും അതിൻ്റെ ആയിട്ട് കാണണം ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നമുക്ക് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളതിൻ്റെ കൂട്ടൊന്നും കയറാൻ ചാൻസുകൾ വളരെ കുറവുള്ളതായിരിക്കും. പക്ഷേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴും നിങ്ങളുടെ ഓരോ വീഡിയോസ് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് അധ്യാപനം കിട്ടുമ്പോൾ ഉള്ളൊരു അധ്യാപനം എന്നുള്ള രീതിയിൽ കിട്ടുമ്പോൾ ഉള്ള സന്തോഷം അത് ഭയങ്കരം വരുന്നത്. അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഇനി ഷെയർ ചെയ്തൊക്കെ ക്ലാസ്സുകളൊക്കെ ഒന്ന് കാണുക. +1 ഇംപ്രൂവ്മെന്റിന്റെ കാര്യങ്ങൾ ഒക്കെ പറയുന്നതിന് മുമ്പേ ഞാൻ ഈ പറയുന്ന ഒരു 3-4 മിനിറ്റുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. 2-3 കുട്ടികളുടെ ചില കോളുകളിലും ചില മെസ്സേജുകളിലുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ പവർഫുൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യത്തെ, സാർ എന്തുകൊണ്ട് +2 ഓൺലൈൻ ക്ലാസ് എടുത്തില്ല? ഓൺലൈൻ ക്ലാസ് എടുക്കുന്നു, എന്തുകൊണ്ട് പബ്ലിക്കായിട്ട് യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ സാർ എന്തുകൊണ്ട് +2കാർക്ക് വേണ്ടി ക്ലാസ് എടുത്തില്ല? ഉത്തരം, ഞാൻ +1 ഇംപ്രൂവ്മെന്റിലാണ് നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. ഞാൻ ജൂൺ 5 സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലാസ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ജൂൺ 5 2020 സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ് സമയമായപ്പം നമ്മൾ ഇംപ്രൂവ്മെന്റിന് എനിക്ക് നിങ്ങളോട് പബ്ലിക്കായിട്ട് പറഞ്ഞു, ഞാൻ ഫുൾ ക്ലാസ്സിൽ എടുത്തു തരും, ഫുൾ നോട്ട്സ് തരാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഒരധ്യാപകന് ചെയ്ത് കാണത്തില്ല +1 ഇംപ്രൂവ്മെന്റിന് ഫുൾ ഫിസിക്സിന്റെ ചാപ്റ്റർ ഞാൻ സ്കിപ്പ് ചെയ്തിട്ട് പോലും ഇല്ല. ഫുൾ ഫിസിക്സിന്റെ ചാപ്റ്റർ നിങ്ങൾക്ക് വീഡിയോസ് നോക്കാം. ഫുൾ ഫിസിക്സിന്റെ ചാപ്റ്ററുകൾ, ഫുൾ നോട്ട്സ്, ഒരു 90% അധ്യാപകൻ ഫുൾ നോട്ട്സ് സെൻഡ് ചെയ്ത് സ്വന്തമായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ നോട്ട്സ് സെൻഡ് ചെയ്ത് തരത്തില്ല. ഉറപ്പായിട്ട് ഫുൾ വീഡിയോസും ഫുൾ ക്ലാസ്സുകളും തന്നു. മോട്ടിവേഷൻ ക്ലാസ്സിൽ ഇഷ്ടം പോലെ എല്ലാ ചാപ്റ്ററിന്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്, എല്ലാ ചാപ്റ്ററിന്റെയും ഇമ്പോർട്ടന്റ് ടോപ്പിക്സ്, മാരത്തോൺ റൺ, ഇങ്ങനെ പറഞ്ഞൊരു 10-80 വീഡിയോസ് ആ ചുരുങ്ങിയ കാലയളവിൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം. ഗിരീഷ് സാർ ഒരു അസുഖം വന്നു, ഗിരീഷ് സാർ 1 ദിവസം 2 ദിവസം ലീവ് എടുക്കുന്നൊന്നും ഞാനിവിടെ പറഞ്ഞില്ല. എന്തുണ്ടായാലും ഞാൻ ചിരിച്ച് നിങ്ങളുടെ മുമ്പിൽ ക്ലാസ് എടുക്കാറുണ്ട്, അല്ലേ? അന്നേരം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, കേരളത്തിലെ എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഗിരീഷ് സാറും ഒരു ഫാമിലി മാനാണ്, ഞാനൊരു ബിസിനസ്സുകാരനെ അല്ല. നിങ്ങൾ ശരിക്കും പറഞ്ഞിരിക്കുക, ശരിക്കും കേൾക്കുക. ഒരാളൊരു നെഗറ്റീവ് കമന്റ് 99.99% പോസിറ്റീവ് ഇടുമ്പോൾ നെഗറ്റീവ് കമന്റ് ഇടുമ്പോൾ അവരോട് പറയാൻ ഒറ്റ കാര്യം ഇതാണ്, ഗിരീഷ് സാർ ഒരു ബിസിനസ്സുകാരനെ അല്ല. ഓൺലൈൻ ക്ലാസ് എടുക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം നമ്മുടെ സ്കൂളൊക്കെ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിനൊക്കെ മുമ്പേ ഏകദേശം +2 തുടങ്ങുമ്പോൾ ഓൺലൈൻ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഞാൻ ഫീസ് വെച്ചിരുന്നത് 2000 രൂപയാണ്. 2000 രൂപ എന്ന് പറഞ്ഞാൽ ഫുൾ 1 വർഷത്തേക്കുള്ള ഫുള്ള് ക്ലാസ്സും ഫുള്ള് നോട്ട്സിനും വേണ്ടി. എന്നോട് ഒരുപാട് പേര് ചോദിച്ചു, സാറേ ഇത്രയും കുറച്ച് ഒരു മാസത്തേക്കാണെന്ന് ചോദിച്ചു. ഒരുപാട് പേര് രക്ഷാർത്ഥം എനിക്കറിയാം. കാരണം അങ്ങനെ വെക്കാനുള്ള കാരണം ഇതിനകത്ത് സാധാരണപ്പെട്ട ആർക്കായാലും 2000 രൂപ
എന്ന് പറയുന്ന ഒരു എമൗണ്ടിൽ പ്ലസ് ടുവിൽ 2 ഫിസിക്സിന്റെ വലിയ ടെക്സ്റ്റുകൾ പഠിക്കാൻ 2000 എന്ന് പറയുന്ന തുക വളരെ വളരെ തുച്ഛമായ ഒരു തുകയാണ്. കാരണം അതിനകത്ത് ഫുള്ള് നോട്ട്സും ഉണ്ട്, ഫുള്ള് വീഡിയോസും ഉണ്ട്, റിവിഷൻ ക്ലാസ്സും എല്ലാം ഉണ്ട്. കാരണം അത് എടുക്കാനുള്ള കാരണമാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ടാണ് ആ പൈസ വെച്ചെന്നുള്ളതും ഞാൻ പറയാം. സാധാരണ എല്ലാവരും 4000 വെക്കുന്നവരുണ്ട്, 6000 വെക്കുന്നവരുണ്ട്, 8000 വെക്കുന്നവരുണ്ട്, 4000, 6000, 8000 വെക്കുന്ന ചിലപ്പോൾ വീഡിയോസ് മാത്രമായിരിക്കും, നോട്ട്സ് കൊടുക്കാത്തവർ കാണും. അന്നേരം ഇത്രയും തുകയ്ക്ക് എല്ലാവരും ചേരണമെന്നല്ല, പറ്റുന്നവരല്ല, ഞാൻ ആരും ഇന്നവരെ നിർബന്ധിക്കാത്ത ഒരാളാണ്. പറ്റുന്നവർക്കൊക്കെ ചേരാൻ പറ്റിയാൽ അവർക്ക് അത്രയും കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയാൽ. കാരണം ഓഫ്ലൈൻ ക്ലാസ്സോട് തുടങ്ങുമ്പോൾ ഞാൻ ഒരു ഗവൺമെന്റ് അധ്യാപകനല്ല, നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ഗവൺമെന്റ് അധ്യാപകനല്ല. ഞാൻ ഹയർ സെക്കൻഡറി വർക്ക് ചെയ്തിട്ടുണ്ട് 6.5 കൊല്ലം, കോളേജിൽ വർക്ക് ചെയ്തിട്ടുണ്ട് 3-4 കൊല്ലം, ഒരു 10 കൊല്ലത്തോളം കോളേജിലും സ്കൂളിലും വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ടെമ്പററി ആയിട്ടാണ്, ഗസ്റ്റ് ലെക്ചറായിട്ട്, അസിസ്റ്റന്റ് ലെക്ചറായിട്ട്, സ്കൂളിൽ ഹയർ സെക്കൻഡറി അധ്യാപകനായിട്ട് ഒന്നും സ്ഥിരമല്ല. ഞാൻ എൻ്റെ വീട്ടിലെ ഏക വരുമാനം, എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അമ്മൂമ്മ, എൻ്റെ വീട്ടിലെ പ്രത്യേക സ്പെഷ്യൽ വീഡിയോ ഒക്കെ, ഓണം വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു നോക്കി കാണാം. അച്ഛൻ, അമ്മ, അമ്മൂമ്മ, എൻ്റെ ഭാര്യ, 2 മക്കൾ, 2 വയസ്സ് 5 വയസ്സുള്ള 2 കുഞ്ഞുങ്ങൾ. ഇവരുടെ ഏക വരുമാനം എന്ന് പറയുന്നത് ഒരു വ്യക്തിയിലാണ്. എനിക്കതിനകത്ത് പറയുന്നതിന് യാതൊരു മടിയില്ല, ഒറ്റ വ്യക്തിയിലാണ്. അതായത് എനിക്ക് പൈസയുടെ കൃത്യമായിട്ട് അറിയാം. ഞാൻ നിങ്ങളുടെ കൂട്ട് പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് ഡിഗ്രി ഫസ്റ്റ് ഇയർ തുടങ്ങുമ്പോൾ ഞാൻ ട്യൂഷൻ എടുത്ത് തുടങ്ങിയത് അധ്യാപനം. കാരണം സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കി നിൽക്കണം. ആ പൈസയുടെ, നിങ്ങൾ പറയുന്ന ഓരോ പൈസയുടെയും വില കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ്. അന്നേരം അതുകൊണ്ടാണ് ഏറ്റവും കുറഞ്ഞൊരു ഫീസ് വെച്ചത്. എന്നിട്ട് കൂടി ഞാൻ പ്ലസ് ടുക്കാർക്ക് ഇതുവരെ 7 ചാപ്റ്ററിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻഡ് ആൻസേഴ്സ് ചെയ്യിപ്പിച്ചു. പ്രാക്ടിക്കൽ 2 വെർനിയർ സ്കൂളിൽ ചെയ്ത് കഴിഞ്ഞു. അന്നേരം നിങ്ങൾ വിചാരിക്കും പ്രാക്ടിക്കൽ ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ ഈ ദിവസം തുടങ്ങുന്ന രാവിലെ ഓഫ്ലൈൻ ക്ലാസ്, ഓൺലൈൻ ക്ലാസ് ഒക്കെ തുടങ്ങുന്നത് രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഞാൻ 5:15 എഴുന്നേക്കുന്ന ഒരു മനുഷ്യനാണ്. രാത്രി 11:45 ആകുമ്പോഴാണ് ഞാൻ കിടക്കുന്നത്. കാരണം 11:30 വരെയൊക്കെ, ഏകദേശം 11:30, ചിലപ്പോൾ 12:30 വരെയൊക്കെ പോയിട്ടുണ്ട്. ലാബൊക്കെ വെർനിയർ സ്കൂളിലേക്ക് 4 ദിവസം എടുക്കും. കാരണം ഓഫ്ലൈൻ ഒക്കെ ചെയ്യാൻ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞു കൊടുക്കാം. പക്ഷേ ഇത് കേരളത്തിലെ കുട്ടികളെല്ലാം കാണേണ്ടതാണ്, നന്നായിട്ട് അവർക്ക് പ്രാക്ടിക്കലിന്റെ സമയത്തെല്ലാം ഉതരണം എന്നെല്ലാം വിചാരിച്ചു. പിന്നെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം, മോട്ടിവേഷൻ, നിങ്ങൾക്ക് റിവിഷനായിട്ടുള്ള ഇത്, ചലഞ്ച്, ഇതെല്ലാം ഇട്ട് തരുന്നത് നമ്മുടെ ഓരോ കുട്ടികളും മോശക്കാരായി പോകരുതെന്നാണ്. ചിലവർ പറയുന്ന മെസ്സേജുകൾ കാണുമ്പോൾ നമുക്ക് ചെറുതായിട്ട് വിഷമം തോന്നിയില്ല എന്ന് പറഞ്ഞാൽ അത് ഞാൻ ചെയ്യുന്ന തെറ്റാണ്. വിഷമം തോന്നിയിട്ടുണ്ട്, പക്ഷെ ഭയങ്കരമായിട്ട് വിഷമം തോന്നിയിട്ടുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, അത്രയും കഷ്ടപ്പെട്ടാണ് നമ്മളത്. ഇംപ്രൂവ്മെന്റ് റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, കേരളത്തിൽ 90% പേർക്ക് ഫിസിക്സിന് നല്ല മാർക്ക് കിട്ടി. അത് ഗിരീഷ് സാറിന്റെ കാരണമാണെന്നൊന്നും ഞാൻ ഒരിക്കലും അഭിപ്രായപ്പെടത്തില്ല. നിങ്ങളുടെ കഴിവാണോ നിങ്ങൾ പഠിച്ച് മാർക്ക് മേടിച്ചത്. ഞാൻ അതിനകത്തൊരു കാരണക്കാരൻ മാത്രമേ ഉള്ളൂ. അത്രയും മതി, ആ ഒരു സപ്പോർട്ട് മതി. അന്നേരവും ഒരുപാട് പേര് കമന്റ്സ് ചെയ്യാത്ത ഒരുപാട് കുട്ടികളുണ്ടായിരിക്കും, മാർക്ക് കിട്ടിയിട്ട് പോലും ഇനിയിപ്പം ഗിരീഷ് സാറിന്റെ കാര്യമൊന്നും ഇല്ല. പക്ഷെ ഇപ്പോഴും ഞാൻ പ്ലസ് ടുവിന്റെ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ഒരിക്കലും, ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും ഒരു രീതിയിലും ഒരു മിതമായ ഫീസാണ് എടുത്തത്. ഞാൻ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് വേണ്ട ഫുൾ മാർക്കിന് വേണ്ടിയുള്ള എല്ലാ ക്ലാസ്സുകളും ഞാൻ എടുത്തു തരാൻ പോകുമ്പോൾ പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു കാര്യമാണ്. യൂട്യൂബിൽ നിന്ന് കിട്ടിയ വരുമാനം, ഗിരീഷ് സാറിന്റെ യൂട്യൂബിൽ നിന്ന് കിട്ടിയ വരുമാനം എനിക്ക് ആദ്യമായിട്ട് പബ്ലിക്കായിട്ട് പറയാൻ പോവാണ്. ഞാൻ ജൂൺ 5-ാം തീയതി മുതൽ തുടങ്ങി, ഇപ്പൊ ഏകദേശം മാർച്ച് 8-ാം തീയതി എനിക്ക് ഇതുവരെ യൂട്യൂബിൽ നിന്ന് കിട്ടിയ വരുമാനം 38,000 രൂപയാണ്. 38,000 രൂപ. ഈ 38,000 രൂപ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, മാസം 3,800 രൂപ പോലും ഇല്ല. 10 മാസത്തോളമായി 3,800 രൂപ പോലും ഇല്ല. കാരണം അത്രയും വ്യൂസുകളൊക്കെ ഉള്ളു. ഇപ്പം സ്പോൺസർമാരോ ബ്രാൻഡ് അംബാസിഡർമാരോ ഒന്നും ഒരു എഡ്യൂക്കേഷൻ ചാനൽ കാണത്തില്ല. ഇത് കേരളത്തിൽ ഒരു എഡ്യൂക്കേഷൻ ചാനൽ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ 38,000 രൂപയിൽ നിങ്ങൾ ആലോചിക്കുക, ഒരു വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ട ഒരാൾക്ക്, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളുടെ അച്ഛനമ്മ എന്ത് കഷ്ടപ്പെട്ടായിരിക്കും പൈസ ഉണ്ടാക്കുക. അതേ ഉത്തരവാദിത്തമുള്ള ഒരാളാണ് ഞാൻ. ഞാൻ അധ്യാപകനായി പോയെന്ന് മാത്രമേ ഉള്ളൂ. അത്രയും കഷ്ടപ്പെട്ടാണ് ഓരോ ക്ലാസ്സുകളും നമ്മൾ അടിക്കുമ്പോഴും നമ്മൾ എത്ര നമുക്ക് വിഷമം തോന്നിയാലും എത്ര അസുഖം ഉണ്ടെങ്കിലും നിങ്ങൾ ക്ലാസ് എടുത്ത് തരുമ്പം അവിടെല്ലാം നമ്മളതെല്ലാം മറക്കും. എൻ്റെ കുഞ്ഞിന് ഞാൻ പ്ലേ സ്കൂളിൽ ചേരുമ്പം മാസം 600 രൂപ. നിങ്ങൾ ഈ പറയുന്നത് 2,000 രൂപ എന്ന് പറയുന്നത് വലിയ കൂടുതലാന്ന് പറയുമ്പോൾ നിങ്ങൾ 4,000 രൂപയും 6,000 രൂപയും 7,000 രൂപയും കൊണ്ട് കളഞ്ഞിട്ട് ഓരോരുത്തർ പറയുന്നതാണ് 2,000 രൂപ കൂടുതലാണെന്നുള്ളത്. അല്ലെങ്കിൽ ഗിരീഷ് സാറ് ബിസിനസ്സുകാരനല്ല. 600 രൂപ പ്ലേ സ്കൂളിൽ കൊടുക്കണം ഒരു മാസം. അങ്ങനെയാണ് നിങ്ങൾ ഒരു വർഷത്തിൽ നിന്ന് ആലോചിക്കുക, 7,200 രൂപ കൊടുക്കണം ഒരു കുട്ടിക്ക്, അല്ലേ? ഇതെല്ലാം പറഞ്ഞത് വിഷമം ചിലപ്പോൾ തോന്നുമ്പോൾ നമ്മൾ പറഞ്ഞു പോകുന്നതാണ്. കാരണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് ഞാൻ അതിനെക്കാട്ടി നിങ്ങളെ ഹാർഡ് വർക്ക് ചെയ്ത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ ചുരുങ്ങിയ കാലയളവിൽ ഞാൻ 280-ാമത്തെ വീഡിയോ ആണ്.
അതിനകത്ത് 80% വീഡിയോസ് ചെയ്തിരിക്കുന്നത് എൻ്റെ പ്ലസ് ടു കുട്ടികൾക്ക് വേണ്ടിയായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ സപ്പോർട്ട്. എപ്പോഴും നിങ്ങൾക്ക് വേണ്ട അറിയാവുന്ന എനിക്ക് ഉറപ്പുള്ള ന്യൂസുകൾ ഉറപ്പായിട്ടും ഞാൻ ഇട്ട് തരും. കാരണം എൻ്റെ അധ്യാപക സുഹൃത്തുക്കൾ പറയുന്ന ന്യൂസുകൾ അത് കറക്റ്റ് ടൈമിൽ, ചുമ്മാ ഒരു ഫേക്ക് ന്യൂസ് ആയിട്ട് പറയാൻ താല്പര്യമില്ല. നിങ്ങൾ പ്രതികരിക്കാൻ തോന്നുന്നിടത്ത് ഞാൻ പ്രതികരിക്കും, നമ്മുടെ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് പ്രതികരിക്കും. നിങ്ങൾക്ക് വേണ്ട മോട്ടിവേഷൻ ക്ലാസ് എല്ലാം ഈ ചാനലിനകത്ത് അടങ്ങുന്ന കാര്യങ്ങളാണ്. അന്നേരം ഇത്രയും ചെയ്തു തരുന്നത് എല്ലാവരോടും സ്നേഹമുള്ളതുകൊണ്ടാണ്. അന്നേരം ഒരു 2-3 കുട്ടികൾ അങ്ങനെ പറയുമ്പോഴും ഞാൻ ആ നെഗറ്റീവിൽ ഒരിക്കലും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. എപ്പോഴും പവറായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. അല്ലെങ്കിൽ ഞാനൊരു മോട്ടിവേഷൻ ക്ലാസ് എടുത്താൽ അതിനൊരു കാര്യമില്ല. ഞാൻ സെന്റിമെന്റ്സ് പിടിച്ചു പറ്റി ഒരു ഇതാക്കുന്ന ഒരാളുമല്ല. പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു ബോധ്യം എല്ലാ കേരളത്തിലെ കുട്ടികളും അറിഞ്ഞിരിക്കണം. ഇങ്ങനെയാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള റൂമിൽ വേർത്ത് വിളിച്ച് ക്ലാസ് എടുക്കുമ്പോൾ, കാരണം അത്രയും ബുദ്ധിമുട്ട്, ഫാൻ ഇടാൻ പറ്റത്തില്ല, ഫാൻ ഇട്ട സൗണ്ട് നിങ്ങൾക്ക് കേൾക്കും. ഇവിടെ ഒരു ഗോഡൗൺ പോലെ ഒരു റൂമിനകത്താണ് ഈ ക്ലാസ് എടുക്കുന്നത്. ഈ ക്ലാസ് എടുക്കുമ്പോൾ ശ്വാസം കൂടും. നമ്മൾ പിന്നെ അതിന് വേണ്ടി റെൻഡർ ചെയ്ത് അപ്ലോഡ് ചെയ്ത് നിങ്ങളുടെ കമന്റ്സുകളൊക്കെ ആദ്യത്തെ കമന്റ്സ് എല്ലാം കിട്ടി എല്ലാത്തിനും ലൈക്ക് ഇരിക്കും. ചിലപ്പോൾ കമന്റ് റിപ്ലൈ തരാൻ ഇപ്പോൾ സമയം കിട്ടില്ല. കാരണം ആ 2 മണിക്കൂർ കഴിഞ്ഞ് അടുത്ത ക്ലാസ്സിലോട്ട് നമ്മൾ കയറും. ഓഫ്ലൈൻ ക്ലാസ്സിലുണ്ട് എനിക്ക് പല വാച്ചസ് ഉണ്ട്. അന്നേരം ആ 3 വർഷത്തെ എക്സ്പീരിയൻസും എല്ലാം കൊണ്ടുള്ള കാര്യങ്ങൾ മാത്രം സത്യസന്ധമായി ഇതിനകത്ത് പറയുന്നുള്ളൂ, പഠിപ്പിക്കുന്നുള്ളൂ. അന്നേരം നിങ്ങളുടെ സപ്പോർട്ട് വേണം. അത് നെഗറ്റീവ് പറയുന്നതുകൊണ്ട് അത് കുഴപ്പമില്ല. നിങ്ങൾ കമന്റ്സ് ഇടുക, പവറായിട്ട് പഠിക്കുക. എൻ്റെ എല്ലാ പ്ലസ് ടുവിലെ എല്ലാ കുട്ടികളും നെഗറ്റീവ് പറയുന്നതിനായാലും പോസിറ്റീവ് പറയുന്ന വളരെ 0.001% നമ്മൾ കൂട്ടത്തില്ല. നമ്മൾ VCC പറയുന്ന പോലെ നെഗ്ലിജിബിൾ ആയിട്ട് അങ്ങ് എടുക്കും. ബാക്കിയുള്ള എല്ലാ കുട്ടികളും നെഗറ്റീവോ പോസിറ്റീവോ ഒന്നുമില്ല. എല്ലാം നന്നായിട്ട് പഠിക്കുക. ഇനി അങ്ങോട്ട് നല്ലപോലെ പഠിക്കാനുള്ള സമയം കിട്ടട്ടെ. കാരണം നമ്മൾ ഇന്ന് തുടങ്ങാൻ പോവുകയാണ്. നല്ല പവറായിട്ട് പരീക്ഷ മാർച്ച് 29 രാവിലെ വരെ വീഴ്ച വരണം. നിങ്ങളുടെ സപ്പോർട്ട് പക്ക വേണം. സബ്സ്ക്രൈബ് ചെയ്തവർ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടു തുടങ്ങാം. പവർ വരട്ടെ. തുടങ്ങാണ്. പവറേഷ് മുടേഷ് ഓക്കെ വാ. അത് നമ്മുടെ ഫോക്കസ് ഏരിയ റിവിഷൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു. നമുക്ക് അറിയാം കുറേയേറെ ടോപ്പിക്കുകളുണ്ട് ഫോക്കസ് ഏരിയയിൽ. ഇത് എന്തൊക്കെ പഠിക്കണം, എങ്ങനെയൊക്കെ പഠിക്കണം, നമുക്ക് ഫുൾ മാർക്ക് കിട്ടാൻ എങ്ങനെ സഹായിക്കും, ഏറ്റവും സാധ്യതയുള്ള വർഷം. ഞാൻ ഇപ്പം തുടങ്ങുന്ന ചാപ്റ്റർ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ ആണ്. ഞാൻ ആദ്യമേ നിങ്ങൾക്ക് ഒരു ധാരണ, പല കുട്ടികൾക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നൊരു ധാരണയില്ല, സത്യമില്ലേ. കാരണം നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ എന്തൊക്കെയാണ് ഇതിനകത്ത് പഠിക്കാൻ പറഞ്ഞേക്കുന്ന ഫോക്കസ് ഏരിയ. ഒന്ന്, ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. അത് നിങ്ങൾ വിചാരിക്കും ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന് പറയുന്ന ചെറിയൊരു ടോപ്പിക്ക് മാത്രം പഠിച്ചാൽ മതിയോ, ഡെഫിനിഷൻ മാത്രം പഠിച്ചോ? അല്ല, അതുകൊണ്ട് നമുക്ക് മാർക്ക് കിട്ടത്തില്ല. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന്റെ ഗ്രാഫുകൾ അറിഞ്ഞിരിക്കണം. പിന്നെ പറഞ്ഞേക്കുന്ന ഐൻസ്റ്റീന്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ പഠിക്കണം. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഫോട്ടോൺ എന്ന് പറയുമ്പോൾ ഫോട്ടോൺ എന്താണെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ഇത്രയും കാര്യങ്ങളായിരിക്കും ഇന്നത്തെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്ന ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ. ഇതിനകത്ത് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് യൂട്യൂബിനകത്ത് ചോദിക്കാം. ഈ സമയത്ത് സംശയം ചോദിക്കുമ്പോൾ തിരിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റാത്തത് ഈ പറഞ്ഞ സമയത്തിന്റെ പ്രശ്നമാണ്. നന്നായിട്ട് മനസ്സിലാക്കി തന്നെ പഠിപ്പിക്കാൻ മാക്സിമം ശ്രമിക്കാം. എൻ്റെ കഴിവിന്റെ പരമാവധി പവറായിട്ട് നമുക്ക് തുടങ്ങാം. ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്താണ് ഈ ഫോട്ടോ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഫോട്ടോ ക്ലിക്ക്. ഫോട്ടോ എന്ന് പറയുന്നത് ലൈറ്റ് എന്ന് പറയുന്നത് ഇതുണ്ട് അല്ലേ. ഫോട്ടോ എന്ന് പറയുമ്പോൾ ലൈറ്റ് എന്ന് പറയുന്ന വാക്കുണ്ട്. ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ നിങ്ങൾ ഇതൊരു മെറ്റൽ സർഫസ് ആയിട്ട്, ഇതൊരു മെറ്റൽ സർഫസ് ആണ്. മെറ്റൽ സർഫസിന് സ്വാഭാവികമായിട്ട് ഇലക്ട്രോൺസ് കാണും അല്ലേ. ഈ മെറ്റൽ സർഫസിൽ നിന്ന് ഇലക്ട്രോൺസിനെ എനിക്ക് ഇജക്ട് ചെയ്യണം, എമിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ചുമ്മാ തട്ടിയല്ലെന്ന് പോകും? ഒരിക്കലും ഇല്ല. ഈ മെറ്റൽ സർഫസിൽ നിന്ന് ഇലക്ട്രോൺസ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ചെയ്യുന്നത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫ്രീക്വൻസി ഉള്ള റേഡിയേഷൻ, ഈ മെറ്റൽ സർഫസിൽ കൊടുക്കുമ്പോൾ മെറ്റൽ സർഫസിൽ നിന്ന് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇജക്ട് ചെയ്യും. ഇജക്ട് ചെയ്യുന്നതിനെ പറയുന്ന ആ ഫിനോമിനെ പറയുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. It is the emission or ejection of electrons when a suitable frequency of radiation falls on the metal surface. ഒരു മെറ്റൽ സർഫസിലോട്ട് നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫ്രീക്വൻസി ഉള്ള റേഡിയേഷൻ കൊടുക്കുമ്പോൾ ആ മെറ്റൽ സർഫസിൽ നിന്ന് ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് സിംപ്ലി ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. ആ ഇജക്ട് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ നമ്മൾ പറയുന്ന ഒരു പേരുണ്ട് ഫോട്ടോ ഇലക്ട്രോൺസ്. ആ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോഴേ നമുക്ക് കറണ്ട് കിട്ടുന്നത്. ആ കറണ്ടിനെ നമ്മൾ പറയുന്ന പേരുണ്ട് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്. ഇനി ഏത് സബ്സ്റ്റൻസ്, ഇതൊരു സബ്സ്റ്റൻസ് ആണ്, മെറ്റൽ സർഫസ് ആണ്, ഏത് സബ്സ്റ്റൻസിൽ നിന്നാണോ
ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നത്, അതിനെ പറയുന്ന പേരാണ് ഫോട്ടോ സെൻസിറ്റീവ് സബ്സ്റ്റൻസ്. നമ്മൾ ഇത്രയും വാക്കുകൾ പഠിച്ചു. എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, എന്താണ് ഫോട്ടോ ഇലക്ട്രോൺസ്, എന്താണ് ഫോട്ടോ ഇലക്ട്രിക് കറന്റ്, എന്താണ് ഫോട്ടോ സെൻസിറ്റീവ് സബ്സ്റ്റൻസ്. ഇത്രയും കാര്യങ്ങൾക്ക് ആർക്കും ഡൗട്ട് ഇല്ലെന്ന് തോന്നുന്നു. ഒന്നുകൂടെ പെട്ടെന്ന് റിപ്പീറ്റ് ചെയ്യാം. ഒരു മെറ്റൽ സർഫസിലോട്ട് നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫ്രീക്വൻസി കൊടുക്കുന്നു, റേഡിയേഷൻ കൊടുക്കുന്നു, മെറ്റൽ സർഫസിൽ നിന്ന് ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ എമിറ്റ് ചെയ്യുന്നു. ഈ ഫിനോമിനെ പറയുന്നവര് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. ഈ ഇജക്ട് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ പറയുന്നവര് ഫോട്ടോ ഇലക്ട്രോൺസ്. ഈ ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യുമ്പോൾ അവിടെ കറണ്ട് ഉണ്ടാകുന്ന കറണ്ടിനെ പറയുന്നവര് ഫോട്ടോ ഇലക്ട്രിക് കറന്റ്. ഏത് സബ്സ്റ്റൻസിൽ നിന്നാണോ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നത് ആ സബ്സ്റ്റൻസിനെ പറയുന്നവര് ഫോട്ടോ സെൻസിറ്റീവ് സബ്സ്റ്റൻസ്. പൊളിച്ചില്ലേ? ഇൻട്രോ സൂപ്പർ ആയില്ലേ? അടിപൊളി. ഇതാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. പക്ഷെ ഇത് മാത്രം പോരാ എന്ന് ഞാൻ പറഞ്ഞു. കാരണം ഇതിനോട്ട് ചേർന്ന് നിങ്ങളൊരു 3 ഗ്രാഫുകളൂടെ പഠിക്കുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ പഠിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് നഷ്ടമില്ല. പക്ഷെ പഠിച്ചില്ലെങ്കിൽ നമുക്ക് നഷ്ടമാണ്. ഓക്കെ, വാ. നമ്മൾ അടിപൊളിയായിട്ട് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് പഠിച്ചു. ഇനി ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന് ശേഷം നമ്മൾ പഠിക്കാൻ പോകുന്നത് 3 ഗ്രാഫുകളാണ്. ഫോക്കസ് ഏരിയ പറഞ്ഞിട്ടില്ല, പക്ഷെ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് പറഞ്ഞിടത്തോളം കാലം ഇതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് പബ്ലിക് എക്സാമിന്. 3 ഗ്രാഫുകൾ വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് ഗ്രാഫ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് ഏത് ഗ്രാഫ് എടുത്താലും അവിടെ എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്. എക്സ് ആക്സിൽ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ഞാൻ ക്യാപിറ്റൽ ഐ എന്ന് ഡിനോട്ട് ചെയ്യുന്നു, ഇന്റൻസിറ്റി ഓഫ് ലൈറ്റും. വൈ ആക്സിൽ ഫോട്ടോ ഇലക്ട്രിക് കറന്റ് സ്മോൾ ഐ എന്ന് ഡിനോട്ട് ചെയ്യും. അന്നേരം ഇന്റൻസിറ്റി ഓഫ് ലൈറ്റും ഫോട്ടോ ഇലക്ട്രിക് കറന്റും വെച്ച് നമ്മളൊരു ഗ്രാഫ് വരച്ചാൽ ഗ്രാഫിന്റെ ഷേപ്പ് ഇത്രയേ ഉള്ളൂ. ഗ്രാഫിന്റെ ഷേപ്പ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. കാരണം ക്യാപിറ്റൽ ഐ ഈസ് പ്രൊപ്പോർഷണൽ ടു സ്മോൾ ഐ എന്ന് പറഞ്ഞാൽ ഇന്റൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫോട്ടോ ഇലക്ട്രിക് കറന്റ്. കാരണം ഇന്റൻസിറ്റി ഉള്ള റേഡിയേഷൻ വന്ന് വീഴുമ്പോഴാണ് ഫോട്ടോ ഇലക്ട്രിക് കറന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഇന്റൻസിറ്റി കൂടിയാൽ ഫോട്ടോ ഇലക്ട്രിക് കറന്റ് കൂടും, ഇന്റൻസിറ്റി കുറഞ്ഞാൽ ഫോട്ടോ ഇലക്ട്രിക് കറന്റ് കുറയും. സോ അവയുടെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് ഇന്റൻസിറ്റി ഓഫ് ലൈറ്റും ഫോട്ടോ ഇലക്ട്രിക് കറന്റും വെച്ച് ഒരു ഗ്രാഫ് വരച്ചാൽ ഗ്രാഫ് ഒറിജിനിൽ തുടങ്ങുന്ന സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കാം. എന്നല്ല ആണ്. പിന്നെ ഐ ഈസ് പ്രൊപ്പോർഷണൽ ടു സ്മോൾ ഐ എന്ന് എഴുതുക. ക്യാപിറ്റൽ ഐ ഈസ് പ്രൊപ്പോർഷണൽ ടു സ്മോൾ ഐ. ക്യാപിറ്റൽ ഐ എന്ന് പറഞ്ഞാൽ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്, സ്മോൾ ഐ എന്ന് പറഞ്ഞാൽ ഫോട്ടോ ഇലക്ട്രിക് കറന്റ്. അടുത്ത ഗ്രാഫ് ഭീകരൻ കുറച്ചുകൂടെ ഒന്ന് അറിയാനുണ്ട്. അവിടെ നമ്മൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. ഇങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ എപ്പോഴും ഇത് സീറോയും ഇത് പോസിറ്റീവ് എക്സ് ആക്സിസും ഇത് നെഗറ്റീവ് എക്സ് ആക്സിസും. ഇത് പോസിറ്റീവ് എക്സ് ആക്സിസ്, ഇത് നെഗറ്റീവ് എക്സ് ആക്സിസ്. സീറോ ആയിട്ട് അങ്ങോട്ട് പോകുന്ന പോസിറ്റീവ് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ഒരു ആക്സിലറേറ്റിംഗ് പൊട്ടൻഷ്യൽ ആണ്. ഇറ്റ് ഈസ് എ പോസിറ്റീവ് പൊട്ടൻഷ്യൽ. അതൊരു പോസിറ്റീവ് പൊട്ടൻഷ്യൽ ആണ്. കാരണം പോസിറ്റീവ് ആക്സിസ് ആണ് ആക്സിലറേറ്റിംഗ് പൊട്ടൻഷ്യൽ. ഇങ്ങോട്ട് വരുമ്പോൾ നെഗറ്റീവ് ആണ്. അതിനെ പറയുന്ന ഒരു റിട്ടാർഡിംഗ് പൊട്ടൻഷ്യൽ ആണ്. നിങ്ങൾ നേരത്തെ റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞ വാക്ക് പഠിച്ചിട്ടില്ലേ? പ്ലസ് 1 ചെറിയ ക്ലാസ്സിലൊക്കെ നെഗറ്റീവ് ഓഫ് ആക്സിലറേഷൻ പറയുന്നവരല്ലേ റിട്ടാർഡേഷൻ. റിട്ടാർഡിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാലും നെഗറ്റീവ് ഓഫ് പൊട്ടൻഷ്യൽ ആണ്. നടുക്ക് സീറോ, ഇങ്ങോട്ട് ആക്സിലറേറ്റിംഗ് പൊട്ടൻഷ്യൽ, ഇങ്ങോട്ട് റിട്ടാർഡിംഗ് പൊട്ടൻഷ്യൽ. ഇനി അതിനകത്ത് 2 ടേംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചേക്കുക. ഞാൻ ഈ ആക്സിലറേറ്റിംഗ് പൊട്ടൻഷ്യൽ കൂട്ടുന്നു. ഏത് കൂട്ടുന്നു? ആക്സിലറേറ്റിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൂട്ടുന്നു. വൈ ആക്സിൽ ഫോട്ടോ ഇലക്ട്രിക് കറന്റ് ആണ് കേട്ടോ. വൈ ആക്സിൽ ഫോട്ടോ ഇലക്ട്രിക് കറന്റ് ആണ്. ആക്സിലറേറ്റിംഗ് പൊട്ടൻഷ്യൽ കൂട്ടുമ്പോൾ ഫോട്ടോ ഇലക്ട്രിക് കറന്റ് കൂടി മാക്സിമം. ആ മാക്സിമം വാല്യൂ ഓഫ് കറന്റിനെ പറയുന്ന പേരാണ് സാച്ചുറേഷൻ കറന്റ്. ആ വാക്യം തന്നെ ഉണ്ട്. സാച്ചുറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ മാക്സിമം. മാക്സിമം വാല്യൂ ഓഫ് കറന്റിനെ പറയുന്ന പേര് സാച്ചുറേഷൻ കറന്റ്. ഈ ഗ്രാഫിലെ ഒരു നമ്പർ 1 ഇമ്പോർട്ടന്റ് ടേം സാച്ചുറേഷൻ കറന്റ് എന്ന് പറഞ്ഞാൽ ദി മാക്സിമം വാല്യൂ ഓഫ് കറന്റ്. അതായത് എങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്? വെൻ വി ഇൻക്രീസ് ദി ആക്സിലറേറ്റിംഗ് പൊട്ടൻഷ്യൽ, photoelectric current increases and reaches a maximum value, and this value is called saturation current. ഇനി ഞാൻ ഈ റിട്ടാർഡിംഗ് പൊട്ടൻഷ്യൽ കൂട്ടി. when we increase റിട്ടാർഡിംഗ് പൊട്ടൻഷ്യൽ എന്തുവാ? നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൂട്ടി. അന്നേരം ഫോട്ടോ ഇലക്ട്രിക് കറന്റ് കുറഞ്ഞു ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് എന്താണ്? ഒരു ആക്സിൽ വന്ന് മുട്ടുകയാണ്, എക്സ് ആക്സിൽ വന്ന് മുട്ടി, അന്നേരം 0 ആണ്. അവിടെ പൊട്ടൻഷ്യൽ ഇല്ല, 0 ആയി. അങ്ങനെ വരുന്ന പൊട്ടൻഷ്യൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. അവിടെ പൊട്ടൻഷ്യൽ തീർന്നു. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഡിനോമിനേറ്റർ V0. ഇതിന് മറ്റൊരു ഇരട്ട പേരുണ്ട്, കട്ട് ഓഫ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. കട്ട് ഓഫ് പൊട്ടൻഷ്യൽ, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ കട്ട് ഓഫ് പൊട്ടൻഷ്യൽ. അത് എങ്ങനെയാണെന്ന് പറയുന്നത്? when we increase the retarding potential or negative potential, photoelectric current decreases.
and reaches a minimum value or zero value, and this is called in the stopping potential അല്ലെങ്കിൽ മറ്റൊരു എന്റെ പേര് എന്ത് വരുന്നു കട്ട് ഓഫ് പൊട്ടൻഷ്യൽ. അന്നേരം ഈ ഗ്രാഫും ക്ലിയർ. ഇതെന്താ ഇവിടെ? അടുത്ത മൂന്നാമതിലേക്ക് നമുക്ക് അവിടെ ഫ്രീക്വൻസി ന്യൂ അലോങ് ദി എക്സ് ആക്സിസ് ആൻഡ് V0 നമ്മളിപ്പോ പഠിച്ചു സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ അലോങ് ദി Y ആക്സിസ്. ഇത് ഒരു ഒറിജിനിൽ നിന്നുള്ള ഗ്രാഫ് അല്ല, പാരലൽ ആയിട്ടുള്ള ഗ്രാഫ് അല്ല. ഇപ്പൊ നമ്മളിവിടെ ഇങ്ങനെ വാല്യൂ കിട്ടുവാണെങ്കിൽ 0 1 2 3 കുറച്ച് കഴിഞ്ഞിട്ട് ഒരു വാല്യൂ കിട്ടി അവിടെ ഒരു ഗ്രാഫ് വന്നു. അവിടെ ന്യൂ സീറോ കിട്ടും. ആ ന്യൂ സീറോ പറയുന്ന പേരാണ് വെരി ഇമ്പോർട്ടന്റ് വൺ, ത്രെഷോൾഡ് ഫ്രീക്വൻസി. ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്താണ്? ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയണ്ടേ ദി മിനിമം വാല്യൂ ഓഫ് ഫ്രീക്വൻസി ബിലോ വിച്ച് ദി ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ സ്റ്റോപ്സ്. ഒരു പ്രത്യേക വാല്യൂവിന് മുമ്പ് തന്നെ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഫുള്ളി സ്റ്റോപ്പ് ആയ ആ ഫ്രീക്വൻസിയെ പറയുന്ന പേരാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. വെരി ഇമ്പോർട്ടന്റ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. ഒരുപക്ഷെ നിങ്ങൾ ഇത് പഠിക്കാതെ പോയാൽ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഇത് ഫോക്കസ് ഏരിയക്ക് പുറത്തുനിന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പാടാണ്. കാരണം ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ടോപ്പിക്കുകളെല്ലാം. അഡീഷണലി ത്രെഷോൾഡ് ഫ്രീക്വൻസി ഒന്നുകൂടെ എന്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞേ ദി മിനിമം വാല്യൂ ഓഫ് ഫ്രീക്വൻസി ബിലോ വിച്ച് ദി ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ സ്റ്റോപ്സ് ഈസ് കോൾഡ് threshold frequency. The minimum value of frequency below which the photoelectric emission stops is called threshold frequency. മൂന്ന് ഗ്രാഫുകൾ 1 2 3 1 2 3 മൂന്ന് ഗ്രാഫുകൾ ക്ലിയർ, ക്രിസ്റ്റൽ ക്ലിയർ ആ? അടുത്ത ടോപ്പിക്കിലേക്ക്. അടുത്ത ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നമ്മളിപ്പോ ഈ പഠിച്ച എല്ലാവരും ഒന്ന് കൂട്ടിച്ചേർത്ത് അങ്ങ് പഠിക്കുന്നു. സിമ്പിൾ ആയിട്ട് 4 ലോസ്. ഫസ്റ്റ് വൺ, the number of photoelectrons emitted is directly proportional to the incident radiation. ശരിയല്ലേ? ആദ്യത്തെ ഗ്രാഫ് വെച്ച് പഠിച്ചതുപോലെ തന്നെ നമ്മൾ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ സൂട്ടബിൾ ആയിട്ടുള്ള ഫ്രീക്വൻസി കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. ദി നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ. നമ്പർ 1. 2, ത്രെഷോൾഡ് ഫ്രീക്വൻസി അതേപോലെ എഴുതുക. The minimum value of frequency below which the photoelectric emission stops is called threshold frequency. And number 3, kinetic energy depends upon the frequency of the incident radiation. Kinetic energy depends upon the frequency of the incident radiation. കാരണം ഒരു റേഡിയേഷൻ വന്ന് വീണ് കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് മൂവ് ചെയ്യണമെങ്കിൽ എന്ത് എനർജി വേണം? അവിടെ കൈനറ്റിക് എനർജി വേണം. കൈനറ്റിക് എനർജി ഡിപ്പെൻഡ്സ് അപ്പോൺ ദി frequency of the incident radiation. Number 3. And number 4, photoelectric emission is a spontaneous process. അല്ലേ? സ്പോണ്ടേനിയസ് ആ. കാരണം ലൈറ്റോ ഫ്രീക്വൻസിയോ ഒക്കെ വന്ന് വീണാൽ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും കണ്ടിന്യൂസ് ആയിട്ട്. വന്ന് വീണില്ലയോ എമിറ്റ് ചെയ്യത്തില്ല. അന്നേരം വന്ന് വീഴുക എമിറ്റ് ചെയ്യുക, വന്ന് വീഴുക എമിറ്റ് ചെയ്യുക, വന്ന് വീഴുക എമിറ്റ് ചെയ്യുക. അതായത് ഇറ്റ്സ് എ സ്പോണ്ടേനിയസ് പ്രോസസ്. ഈ 4 ലോസ് പഠിച്ചാൽ then we go to another. അടുത്ത അടിപൊളി ഭീകര അടിപൊളി സൂപ്പർ ടോപ്പിക്, ഫോക്കസ് ചെയ്ത് എടുത്തു പറഞ്ഞേക്കുന്ന ടോപ്പിക് ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. സിമ്പിൾ, വെരി വെരി സിമ്പിൾ. ഓക്കെ വാ, പൗരേഷ് മോഡേഷ് എല്ലാവരും ഒരുമിച്ച് വരട്ടെ. ഉറങ്ങരുത്, പഠിക്കാൻ ഊർജ്ജമായിട്ടിരിക്കുക. ഓക്കെ, അടുത്തത് വെരി വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക് ഇൻ ദിസ് ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക് ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. അങ്ങനെ നമ്മള് ഫണ്ടമെന്റൽ ആയിട്ട് പറഞ്ഞ കാര്യം തന്നെ പറയാം. ഒരു മെറ്റൽ സർഫസിലോട്ട് ഫോട്ടോൺ വന്ന് വീഴുക. അതറിയണ ആ വാക്ക് ഫോട്ടോൺ. ഫോട്ടോൺ മീൻസ് പാക്കറ്റ്സ് ഓഫ് എനർജി. നമ്മൾ പ്രത്യേകിച്ച് യാതൊന്നുമില്ല. പ്രോട്ടോൺ അല്ല, ഫോട്ടോൺ ഡ്യൂട്രോൺ അല്ല, ഇലക്ട്രോൺ അല്ല, ഇതൊന്നും അല്ല. ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ പാക്കറ്റ്സ് ഓഫ് എനർജി, ഫ്രീക്വൻസി ഉള്ള പാക്കറ്റ്സ് ഓഫ് എനർജിയാണ് നമ്മൾ ഫോട്ടോൺ എന്ന് പറയുന്നത്. ഈ ഫോട്ടോൺ ഈ മെറ്റൽ സർഫസിലോട്ട് വന്ന് വീഴുമ്പോൾ മെറ്റൽ സർഫസിന് സ്വാഭാവികമായിട്ട് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇജക്ട് ചെയ്യും. ഇജക്ട് ചെയ്യുമ്പോൾ ഈ ഫോട്ടോണിന്റെ എനർജി എപ്പോഴും അറിഞ്ഞിരിക്കണം. ഫോട്ടോണിന്റെ എനർജി എന്ന് പറയുന്നത് എപ്പോഴും മനസ്സിൽ വേണം. E = h ന്യൂ. എന്താ സാറേ E? എന്താണ് സാറേ H? എന്താണ് സാറേ ന്യൂ? E എന്ന് പറഞ്ഞാൽ ഫോട്ടോണിന്റെ എനർജി, H എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് നിങ്ങൾ കേട്ടിട്ടുണ്ട്, ന്യൂ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി. ഫോട്ടോണിന്റെ എനർജിക്കുള്ള ഇക്വേഷൻ പറഞ്ഞേ E = h ന്യൂ. ഈ എനർജി ഇങ്ങോട്ട് വന്ന് വീഴുമ്പോൾ ഈ എനർജി 2 കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം. ഫോട്ടോണിന്റെ എനർജി it can be spent into 2 ways. 2 കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം. ഒന്ന് വർക്ക് ഫംഗ്ഷൻ. അതെന്താണ് സാറേ വർക്ക് ഫംഗ്ഷൻ? പ്ലസ്
കൈനറ്റിക് എനർജി. അത് നമുക്കറിയാം കൈനറ്റിക് എനർജി. വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യം പഠിക്കേണ്ടതാണ്. ഒരു മെറ്റൽ സർഫസിലോട്ട് ഒരു മിനിമം എനർജി, അത് എന്തോ ആയിക്കോട്ടെ, ഒരു മിനിമം എനർജി കൊടുക്കുമ്പോൾ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് വർക്ക് ഫംഗ്ഷൻ. ഇവിടെ വർക്ക് ഫംഗ്ഷൻ നടക്കുന്നത് കാരണം ഫോട്ടോണിന്റെ എനർജി വന്ന് വീഴുമ്പോഴല്ലേ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നത്. അന്നേരം അതിനെ നമുക്ക് എന്തെന്ന് പറയാം, വർക്ക് ഫംഗ്ഷൻ. ഡിനോട്ട് ലെറ്റർ 50 ആണ്. 50 പ്ലസ് കൈനറ്റിക് എനർജി. സ്വാഭാവികമായിട്ടും അത് ആ എനർജി കൊണ്ട് കൊടുക്കുമ്പോൾ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കൈനറ്റിക് എനർജി കിട്ടും അല്ലേ. അന്നേരം H എന്ന് പറയുന്ന ഫോട്ടോണിന്റെ എനർജി രണ്ട് കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം. ഒന്ന് വർക്ക് ഫംഗ്ഷൻ, രണ്ട് കൈനറ്റിക് എനർജി. എന്നാൽ നമുക്ക് ഇക്വേഷൻ ആയിട്ട് എഴുതിയാൽ H is equal to വർക്ക് ഫംഗ്ഷനെ ഞാൻ 50 എന്ന് പറയുന്നു പ്ലസ് കൈനറ്റിക് എനർജിക്കുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. അതാണ് നമുക്ക് എന്നും അറിയാവുന്ന ഒരേ ഒരു ഇക്വേഷൻ, ½ mv². അല്ലേ. H is equal to 50 പ്ലസ് ½ mv². ഒരു ചെറിയ സബ്സ്റ്റിറ്റ്യൂഷൻ, 50 is equal to h nu0. അവിടെ h പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് തന്നെ. nu0 എന്ന് പറഞ്ഞാൽ ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ, ആദ്യം വന്ന് വീഴുന്ന റേഡിയേഷന്റെ ഇന്റൻസിറ്റി ആണ് nu0. ഈ 50ക്ക് പകരം h nu0 കൊടുക്കാം. സിമ്പിൾ. h nu is equal to h nu0 plus ½ mv². ഇവിടെ വരെ എഴുതിയാണ്. ചില സ്കൂളിൽ ചില ടീച്ചർമാര് h nu0 ഇപ്പുറത്തോട്ട് കൊണ്ടുവരും. h nu minus h nu0 is equal to ½ mv². എന്നിട്ട് h കോമൺ ആയിട്ട് എടുക്കും. nu minus nu0 is equal to ½ mv². അതെല്ലാം ചെവി തന്നെ കിട്ടും. ഇവിടെ വരെ പഠിച്ചാൽ കൂടുതൽ ഡെക്കറേഷൻ വേണ്ട, നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. 1, 2, 3 സ്റ്റെപ്പ് പഠിക്കുക. ആദ്യം h nu is equal to work function plus kinetic energy. h nu is equal to 50 plus ½ mv². 50ക്ക് വരെ h nu0 എന്ന് കൊടുക്കുന്നു. അന്നേരം h nu is equal to h nu0 plus ½ mv². ഇത്രയേ ഉള്ളൂ ഐൻസ്റ്റീന്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. സിമ്പിൾ. ഇനി ഒരേ ഒരു ടോപ്പിക് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഈ ചാപ്റ്ററിനകത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കും. നിങ്ങൾക്ക് ഇതിന് കുറെ മാർക്ക് കിട്ടും, കുറച്ച് മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടും. അതിനോടൊപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, പലയിടത്തും പല ചാപ്റ്ററിൽ ഇന്ന ഫോക്കസ് ചെയ്യുന്ന ഇത്ര ചാപ്റ്ററിന് ഇത്ര മാർക്ക് ഇന്നത് കിട്ടും, ഇന്നത് കിട്ടും, ഇന്നത് കിട്ടും. അതിനെക്കുറിച്ച് നമുക്കൊരു വീഡിയോ ചെയ്യാം. അങ്ങനെ നിങ്ങൾ പഠിക്കേണ്ട, എല്ലാ ചാപ്റ്ററും പഠിക്കുക. എന്നാലും ഫോക്കസ് ഏരിയയുടെ ഫുൾ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ. അന്നേരം അടുത്ത നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്, പ്രോപ്പർട്ടീസ് ഓഫ് ഫോട്ടോൺസ്. ഫോട്ടോണും എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ. അന്നേരം ഫോട്ടോണിന്റെ പ്രോപ്പർട്ടീസ് ഒന്ന് പഠിക്കും. കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്, നമുക്ക് വേണ്ട 4 ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ്. ഓക്കെ വാ. അടുത്ത ലാസ്റ്റ് ടോപ്പിക്, പ്രോപ്പർട്ടീസ് ഓഫ് ഫോട്ടോൺസ്. ഫോട്ടോണിന്റെ പ്രോപ്പർട്ടീസ് ഓരോന്നോരോന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞ തന്നെ, ദി എനർജി ഓഫ് ദി ഫോട്ടോൺ ഈസ് ഈക്വൽ ടു h nu. ഈസ് ഈക്വൽ ടു h nu. എനർജി ഓഫ് ദി ഫോട്ടോണിന്റെ ഇക്വേഷൻ ഒരിക്കലും മറക്കാൻ പാടില്ല. ഈസ് ഈക്വൽ ടു h nu. ഇതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. രണ്ടാമത്തെ അടിപൊളിയാണ്, ഫ്രം ഐൻസ്റ്റീൻസ് റിലേറ്റിവിസ്റ്റിക് എനർജി മൊമെന്റം റിലേഷൻ. എന്താണല്ലേ, ഫ്രം ഐൻസ്റ്റീൻസ് റിലേറ്റിവിസ്റ്റിക് എനർജി മൊമെന്റം റിലേഷൻ E is equal to root of c square p square plus m0 c raised to 4. ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു ചിലപ്പോൾ ഒരു പ്രോബ്ലം ചോദിക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കാം. അന്നേരം ഈസി റൂട്ട് ഓഫ് മൊമെന്റം എനർജി റിലേഷൻ ആണ് റൂട്ട് ഓഫ് c square p square plus m0 c raised to 4, where c is the velocity of light and p is the momentum. m0 is the rest mass അല്ലെങ്കിൽ initial mass. C is velocity of light, P momentum, m0 എന്ന് പറഞ്ഞാൽ റെസ്റ്റ് മാസ്. അന്നേരം ഇക്വേഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഈസി റൂട്ട് ഓഫ് c square p square plus m0 c raised to 4. And third one, the moving mass of the photon. ഫോട്ടോണിന്റെ മാസ് എന്താണ്? ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. E is equal to 2, 3, 1 E is equal to mc². ഇതറിയാത്ത ആരുമില്ല. ഐൻസ്റ്റീന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള എനർജി മാസ് എനർജി റിലേഷൻ ആണ്. ഈസി mc². അതിൽ നിന്ന് m is equal to e by c². ഇക്ക് വരെ നമുക്ക് h nu കൊടുക്കാം. m is equal to h nu by c². This is the equation. Moving mass of the photon m is equal to h nu by c². And the fourth property is photon is electrically neutral. എന്താണ് ഇലക്ട്രിക്കലി ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ? പ്രത്യേകിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കുന്നത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, വിനാർഗ ശല്യക്കാരനല്ല. സോ ദേ ആർ നോട്ട് ഡിഫ്ലക്റ്റഡ് ബൈ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. പ്രത്യേകിച്ച് ആർക്കൊന്നുമില്ല. അന്നേരം സുഖമാണ്, ഫ്രീ ആയിട്ടുള്ള ഒരാളാണ്. അന്നേരം ഫോട്ടോൺ ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ, സോ ദേ ആർ നോട്ട് ഡിഫ്ലക്റ്റഡ് ബൈ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഈ 4 പ്രോപ്പർട്ടീസ് ഫോട്ടോൺസ്. അന്നേരം
ഈ ഭാഗത്തു നല്ല വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല എന്നുള്ളത് കണ്ടിപ്പാ 100% ബെറ്റ് ആണ് ഷുവർ. ഈസി ആയിട്ട് നിങ്ങൾ പഠിക്കുന്നു വിചാരിക്കുന്നു. നന്നായിട്ട് പഠിക്കുക, പവറായിട്ട് പഠിക്കുക. നിങ്ങളുടെ ഓരോ വാല്യുബിൾ കമന്റ്സും നമുക്കും വളരെ ഇതാകുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഇഷ്ടം പോലെ വീഡിയോസ് വരും. നിങ്ങൾക്ക് എല്ലാം ഓരോ വീഡിയോ നിങ്ങൾക്ക് കൃത്യമായിട്ടും പ്രയോജനപ്പെടുന്ന വീഡിയോ തന്നെ ആയിരിക്കും പ്ലസ് ടുവിലേക്ക്. മറക്കാതെ കാണുക. പവർ വരട്ടെ. പവറേഷ് മടേഷ് എല്ലാം ആയിക്കോട്ടെ. ബൈ ബൈ, സി യു. അടുത്ത ദിവസം കാണാം. ഓക്കെ.